അപ്പോൾ നമ്മൾ സേലത്തൊരു കല്യാണത്തിന് പോയതാട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ കല്യാണങ്ങൾക്ക് ഏത് കാസ്റ്റ് ആയാലും നോക്കൂ, ഇതുപോലെ പൂവ്, ചന്ദനം, കുങ്കുമം ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ അവർ ആർദ്രമായിട്ട് വരുന്നവരെ സ്വീകരിക്കുകയും ചെയ്യും, പനിനീരും തെളിക്കും. അപ്പോൾ അതേ സ്റ്റേജ് മണ്ഡപമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഫംഗ്ഷന് വേറെ രീതിയിലായിരുന്നു, ഇതിപ്പോൾ രാവിലെ കല്യാണത്തിന് മാത്രമായിട്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഡെക്കറേഷൻ കേട്ടോ. അപ്പം നമ്മൾ പെണ്ണും ചെക്കനൊക്കെ വന്നു. അപ്പോൾ അവിടെ ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, പൂത്തിരി കത്തിക്കുന്ന പോലെയൊക്കെ കത്തിക്കില്ലേ സ്റ്റേജിൽ. അങ്ങനെയൊക്കെ ആയി അവർ 2-3 പ്രാവശ്യമൊക്കെ ഒന്നിങ്ങനെ കൈ പിടിച്ച് റൗണ്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കാണാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയി കണ്ടു. അവരൊക്കെ ആയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനും കഴിഞ്ഞതിലൊക്കെ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പം ഭക്ഷണത്തിൻ്റെ സമയത്ത് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോയി. പിന്നെ നമ്മൾ ചെന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് തണ്ണിമത്തനായിരുന്നു കേട്ടോ, വാട്ടർമെലൺ ജ്യൂസായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജിൽ ഡെക്കറേഷനും സ്റ്റേജിൽ നമ്മൾ കയറി ഫോട്ടോ എടുക്കലും നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണലും അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം കുറച്ച് സമയം എല്ലാവരും കാണും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റേജിലേക്ക് കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇതാ ഇലയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബിരിയാണിയാണ് കേട്ടോ. അത് വലിയ താമ്പാളത്തിൽ ഇങ്ങനെ ബിരിയാണി കൊണ്ടുവന്ന പ്ലേറ്റുകളിൽ അങ്ങനെ കൊട്ടുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ 65 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇളനീര് കൊണ്ട് പായസം, ഒരു സ്വീറ്റും ഇതായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കണ്ടു, അത് ഇളനീര് പായസമാണ്, പിന്നെ സാലഡും. അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് വന്നപ്പോൾ ഇതുപോലെ ഐസ്ക്രീമും. പിന്നെ ഇല മടക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലത്തെ ഒരു ആചാരം അങ്ങനെ കേട്ടോ, തിരിച്ചാൽ മടക്കുക, നമ്മൾ മടക്കണ പോലെയല്ല. ഇനിയും കാണാം എന്ന രീതിയിലാണ് അവരെല്ലാം മടക്കുക. അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് മടക്കുക, നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് തിരിച്ചാണല്ലോ മടക്കുക. അപ്പം ഞാനും തമിഴ്നാട്ടിൽ കല്യാണങ്ങൾക്കൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതേ മുറുക്കാനൊക്കെ, അതായത് പേടാണ് അങ്ങനെയല്ല പറയുക, അങ്ങനെയാണ് മുറുക്കാൻ. അതുപോലെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം കണ്ടാൽ നമ്മൾ വിടില്ലല്ലോ, അപ്പോൾ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പക്ഷേ ഒരെണ്ണം തന്നെ കഴിച്ചുള്ളൂ കേട്ടോ, അല്ലാതെ പറയുകയാണ്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും ചിലപ്പോൾ ഒരെണ്ണമൊക്കെ മേടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കല്യാണ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ?